പടം എങ്ങനെയുണ്ടായിരുന്നു? പടം നന്നായിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സിനിമയാണ്. പിന്നെന്താ പറയണ്ടേ? എങ്ങനെ പക്ക നാദിർഷ എന്ന് പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് ആണോ? റാഫിക്ക എന്ന് പറഞ്ഞ കോമഡി കൈകാര്യം ചെയ്ത് നല്ലൊരു കോംബോ വർക്കൗട്ടായി. കോമഡി ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ നല്ല കോമഡി ഉണ്ട്. പിന്നെന്താ പറയാ, ഞാൻ ലൊക്കേഷനിൽ കണ്ടിട്ടുള്ളതാണ് അവൻ്റെ ആക്ടിങ്. അപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും പക്ഷേ സ്ക്രീനിൽ കണ്ടപ്പോൾ ഫുള്ളായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ആളുടെ കണ്ടു കൊള്ളാം. എല്ലാവരും ഒന്നിനൊന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു കുറവും ഇല്ല ആർക്കും. ഉദ്ദേശിച്ച പോലെ എല്ലാവർക്കും ഫാമിലി എൻ്റർടൈൻമെൻറ്റ് കോമഡി എല്ലാം ഉണ്ട്. എല്ലാവർക്കും വന്ന് തിയേറ്ററിൽ വന്ന് തന്നെ എല്ലാവരും കാണണമെന്ന് ഞാൻ പറയുന്നത്. വൺസപ്പോണേ പടം കൊള്ളാം. അതായത് കോമഡി പടമാണ് പ്രതീക്ഷിച്ചത്. കാരണം റാഫി നാദിർഷ കൂട്ടിയിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ കോമഡി പടം പ്രതീക്ഷിച്ചു. പക്ഷേ ഇതൊരു കോമഡി പടമല്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. ആ ഒരു രീതിയിൽ നല്ല മികച്ചൊരു സിനിമ എന്ന് പറയാം. കാരണം കൊച്ചിയിൽ നടക്കുന്ന ഡ്രഗ് മാഫിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി പടത്തിലെ ട്വിസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. കോമഡി ചെറിയ രീതിയിലൊക്കെ വന്നുണ്ട്. പിന്നെ ക്ലൈമാക്സ് ആയപ്പോൾ റിയാസ് ഖാൻ ഇതിൽ അടിച്ചു കയറി വന്നിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം. ഇപ്പം ഉണ്ട് പുള്ളി നല്ല രീതിയിൽ കോമഡി ചെയ്തിട്ടുണ്ട്. പടം വെറുതായിട്ട് എനിക്ക് തോന്നി. എന്തായാലും വാച്ചബിളാണ്. അർജുന അശോകൻ്റെ തന്നെയാണ്. കാരണം ക്ലൈമാക്സ് ആയപ്പോൾ രോമാഞ്ചത്തിൻ്റെ ഒക്കെ ചെറിയ റെഫറൻസ് ഇതിൽ കൊണ്ടുവന്നുണ്ട്. ആ പുള്ളിയുടെ ചിരി അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം ഡ്രഗ് മാഫിയ ഇപ്പൊ കൊച്ചിയിൽ നടക്കണ കാര്യമായത് അങ്ങനെയാണ് കഥ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വാച്ചബിളായിട്ട് തോന്നി. നന്നായിട്ടുണ്ട്. ടോട്ടൽ പാക്കേജ് ആണ്. പുതിയ ഹീറോ സൂപ്പർ ആയിട്ടുണ്ട്. ചേട്ടാ പടം എങ്ങനെയുണ്ട്? പക്ക ത്രില്ലറാണോ? നല്ലൊരു ത്രില്ലറാണ്. പടം എങ്ങനെയുണ്ടാ? നല്ല അഭിപ്രായം പറ. സന്തോഷമുണ്ട് കാണാൻ പറ്റിയത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. മൂവി ചേട്ടനോട് നല്ല ടെൻഷൻ കുറച്ചും കൂടി പക്ഷെ പരിപാടി ഓക്കെയാണ്. വർക്കായിട്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ഓഡിയൻസൊക്കെ നല്ല റെസ്പോൺസ് മലയാള സിനിമയ്ക്ക് പുതിയ നായകൻ എല്ലാവരും ഏറ്റെടുത്തു. അപ്പൊ എന്താ തോന്നുന്നു? ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ വന്നതില്. ഇനി അങ്ങോട്ട് തുടർന്നും പ്രതീക്ഷിക്കാമോ? ഞാനും അതാ പ്രതീക്ഷിക്കണം. ആരെങ്കിലും തുടർന്ന് വാച്ച് ഇല്ല, ഇവിടെ ഇല്ല, ഷൂട്ടില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. എന്താണ് ക്രൈം ത്രില്ലറാണോ? എങ്ങനെയുണ്ട്? സോറി, ഏത് ജോണറായിട്ട് പടം പോണത്? കണ്ടു നോക്കൂ. ഫാമിലി ആയിട്ട് വന്ന് കാണുന്ന എല്ലാവരും. എങ്ങനെയുണ്ടായിരുന്നു പടം? സൂപ്പറായിരുന്നു. സന്തോഷം തോന്നി. സന്തോഷം തോന്നി. നല്ലതാണ്. താങ്ക് യു. എങ്ങനെയാണ് പ്രേക്ഷകരായിട്ട് എല്ലാവരും പറയുന്നത് വളരെ നല്ല എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മുകളിൽ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരായിട്ട് ആ ഒരു മൊമെന്റ് ഫീൽ ചെയ്യാം, ഒരു ഓഡിയൻ്റ് ആയിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പടം ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ട് രസമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഈ സിനിമ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മലയാള സിനിമ ടോപ്പ് വില്ലന്മാരല്ല ഇതിനകത്ത് കോമഡി ആയി പറയുന്നത്. ഇത് ആ ട്രാക്ക് പിടിച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് റിയാസ് ഖാൻ്റെ ഒക്കെ റിയാസ് ഖാൻ ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട് അതായത് ഇതോടെ വരുമ്പോഴേക്കും നല്ല അതെ അങ്ങനത്തെ ഒരു പരിപാടി വർക്കൗട്ട് ആയിരുന്നു. നമ്മുടെ പുതിയ നായകൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഏതോ നായകൻ കൊള്ളാം, അടിപൊളിയല്ലേ? എല്ലാവരും എന്ത് പറഞ്ഞു? എല്ലാവരും നല്ല പുതുമുഖം തോന്നുന്നില്ല. അതെ പുതിയതായിട്ട് ചെയ്തതായിട്ട് തോന്നുന്നില്ല. പക്കാത്തി പിന്നെ തീർച്ചയായിട്ടും രസമായി വന്നിട്ടുണ്ട്.
അതെ ഞാൻ SHO എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ അത് കുറച്ച് തല്ലുപിടിച്ച് മേടിച്ച ക്യാരക്ടറാണ്. എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു. കുറച്ച് സ്ട്രഗിൾ ചെയ്ത് മേടിച്ച ക്യാരക്ടറാണ്. കുറേ കഷ്ടപ്പെടായിരുന്നു. ആദ്യമൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ തന്ന് ഇപ്പോഴാണ് ഒരു നല്ലൊരു പരിപാടി തന്നത്.